സംസ്ഥാനത്ത് രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചന നൽകി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ വൻ മുന്നേറ്റം. ത്രിതല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും വ്യക്തമായ ആധിപത്യം പുലർത്തി ആധികാരികമായ മുന്നേറ്റമാണ് യുഡിഎഫ് നടത്തിയിരിക്കുന്നത്. ഇതിലേറ്റവും സവിശേഷമായത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ നേടിയ വൻ വിജയമാണ്. 500-ലേറെ പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ച യുഡിഎഫിന്റെ നേട്ടം പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും മികച്ചതാണ്. അതേസമയം ഗ്രാമ-നഗര വ്യത്യാസമില്ലാതെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ യുഡിഎഫിന് കഴിഞ്ഞു. 6 കോർപ്പറേഷനുകളിൽ 3ഇടത്ത് വ്യക്തമായ ഭൂരിപക്ഷവും ഒരിടത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുമായി യുഡിഎഫ് ചരിത്ര വിജയം കുറിച്ചു. നിലവിൽ ഭരണമുണ്ടായിരുന്ന കണ്ണൂർ കോർപ്പറേഷൻ മികച്ച ഭൂരിപക്ഷത്തോടെ നിലനിർത്തിയപ്പോൾ കൊച്ചി, തൃശൂർ കോർപ്പറേഷനുകൾ തിരിച്ചുപിടിക്കുകയും ചെയ്തു. 1/4 നൂറ്റാണ്ടായി എൽഡിഎഫ് ഭരിച്ചിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി യുഡിഎഫ് അട്ടിമറി മുന്നേറ്റം നടത്തി. എൽഡിഎഫ് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റികളിൽ യുഡിഎഫ് കടന്നുകയറി. 54 മുനിസിപ്പാലിറ്റികൾ യുഡിഎഫിന് ലഭിച്ചപ്പോൾ 28ഇടത്ത് മാത്രമാണ് എൽഡിഎഫിന് വിജയിക്കാനായത്. എക്കാലത്തും എൽഡിഎഫിന് മുൻതൂക്കമുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇക്കുറി യുഡിഎഫ് മുൻതൂക്കം നേടി. 2 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമുണ്ടായിരുന്ന യുഡിഎഫ് 7 ജില്ലകൾ നേടി ഇക്കുറി എൽഡിഎഫിന് ഒപ്പമെത്തി. കേരള കോൺഗ്രസ് സഖ്യത്തിലൂടെ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് മുന്നേറ്റമുണ്ടാക്കിയ മധ്യ തിരുവിതാംകൂർ ഇക്കുറി യുഡിഎഫ് തിരിച്ചുപിടിച്ചു. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ആധികാരിക വിജയം നേടാൻ യുഡിഎഫിനായി. കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടകൾ തകർന്ന കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ യുഡിഎഫ് വലിയ കുതിപ്പ് നടത്തി. പാലാ നഗരസഭാ ഭരണം വരെ കൈവിട്ട കേരള കോൺഗ്രസ് എമ്മിന് ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതിസന്ധി സമ്മാനിച്ചിരിക്കുകയാണ്. കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ യുഡിഎഫിന് തിരിച്ചുവരാനായത് കേരള കോൺഗ്രസ് എമ്മിന് കനത്ത തിരിച്ചടിയാണ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.